കഴിഞ്ഞൊരു വീഡിയോയുടെ ബാലൻസ് ആയിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. അതായത് ആദർശിനെ നയനെയും അകറ്റാൻ വേണ്ടിയിട്ട് ജലജയും ദേവയാനിയും കൂടെ കുറെ പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ആദർശ് സോഫയിൽ നിന്ന് ഇരിക്കാതിരിക്കും. ഈ സമയത്ത് ജലജ പറയുന്നുണ്ട്, ഇപ്പം ചേച്ചിക്ക് ഇങ്ങനെ ആദർശിനെ മാറ്റി നിർത്താൻ സാധിക്കാതിരിക്കും. രാത്രിയിലപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? രാത്രിയിലായിരിക്കുമല്ലോ അവർ റൊമാൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞാൻ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കും, നീ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവേനി പറയുന്നുണ്ട്, ആദർശേ, ഞാന് നിനക്ക് വേണ്ടി ഒരു നേർച്ച ചെയ്തിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന സ്നാക്സ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്താമേ നേർച്ച? നയന ചോദിക്കുന്നുണ്ട്. അതുണ്ട്, നീ അവിടെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശിന്റെ അടുത്ത് തന്നെ നയന നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, അതല്ല, 40 ദിവസത്തേന് കുറച്ച് വ്രതങ്ങൾ നോക്കണം, കുറച്ച് പൂജകളൊക്കെ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി രണ്ടുപേരും തയ്യാറെടുക്കണം. ആദർശിന് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. 40 ദിവസം അമ്പലത്തിലെ കുറച്ച് ചടങ്ങുകളേ ഉള്ളൂ. പക്ഷെ നിനക്ക് ഒരുപാട് ചടങ്ങുകളുണ്ട്. ആദർശിന്റെ ഈ ഒരു അസുഖം മാറാൻ വേണ്ടിട്ട് ഞാൻ നേർന്നതാ. നീ അത് ഭക്തിയോടെ വ്രതശുദ്ധിയോടെ ചെയ്യണം, പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താമേ, അത് ചെയ്യാലോ എന്ന് പറയുമ്പം നീ 40 ദിവസം ചെയ്യണ്ട, ഏകദേശം ഒരു 10-25 ദിവസം ചെയ്താൽ മതി, നിനക്കത് പറ്റില്ലെന്ന് ചോദിക്കാണ്. അതിനെന്താമേ, ഞാൻ ചെയ്യാന്ന് പറയുമ്പോഴേക്കും ഭാര്യമാരാണത് ചെയ്യേണ്ടത്, ഭർത്താവിന്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടിയുള്ള ഒരു പൂജയാണ് എന്ന് പറയാണ്. അങ്ങനെ 25 ദിവസം ചെയ്തതിനു ശേഷം അമ്പലത്തിലേക്ക് പോയിട്ട് നമുക്ക് അതിന്റെ വഴിപാടുകളൊക്കെ കഴിക്കണം. ആ സമയത്ത് നീ പിന്നെ പുറത്തായിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന അതിന് സമ്മതിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യണോ അമ്മേ? വ്രതശുദ്ധിയോട് കൂടിയിട്ട് ഇന്ന് മുതൽ രാവിലെ വൈകിട്ടും പൂജയുണ്ട്. 2 നേരം കുളിച്ചു വേണം പൂജയൊക്കെ ചെയ്യാന്. അതുകൊണ്ട് നീ ആദർശിന്റെ മുറിയിൽ കിടക്കണ്ട. നീ പഴയതുപോലെ മറ്റേതെങ്കിലും മുറിയില് സ്റ്റോർ റൂമിലൊന്നും കിടക്കണ്ട കേട്ടോ, വേറെ ഏതെങ്കിലും മുറിയിൽ കിടന്നാ മതി, ഇഷ്ടംപോലെ മുറിയുണ്ടല്ലോ ഇവിടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് നയനയ്ക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട്. എന്താ നയന, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വ്രതശുദ്ധിയോടെയൊക്കെ ചെയ്യേണ്ട കാര്യമാണ്, ചെയ്യേണ്ട പൂജയാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോ അതൊന്നും കുഴപ്പമില്ലാമേ, ഞാൻ മാറി കിടന്നോളാം, അതിനിപ്പോ എന്താ പ്രശ്നം എന്ന് ചോദിക്കാണ്. അപ്പൊ ആദർശിന്റെ മനസ്സില് ചെറിയൊരു ബൾബ് കത്തുന്നുണ്ട് കേട്ടോ. അമ്മയും അപ്പച്ചിയും കൂടെ എന്തോ ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട്. നയനെയും എന്നെയും മാറ്റി കിടത്താൻ വേണ്ടിയിട്ടുള്ള വല്ലാത്തൊരു ഗൂഢാലോചന തന്നെയാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരി അമ്മേ, അതിനൊക്കെ എനിക്ക് ഓക്കെയാ എന്നും പറഞ്ഞിട്ട് നയന എല്ലാവർക്കും കൊണ്ടുവന്ന് സ്നാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് നയനയും ആദർശയുടെ മുറിയിലേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇത് അമ്മയുടെ പക്കാ പ്ലാനിങ് ആണെന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനൊന്നും പറയില്ല ആദർശേട്ടാ, എത്ര സ്നേഹത്തോടെയാ എന്നെ വിളിച്ചതൊക്കെ. മോളെ എന്നൊക്കെ വിളിച്ചത് കണ്ടോ? പൂജയുടെ കാര്യം അമ്മ സീരിയസ് ആയിട്ടല്ലേ ചോദിച്ചത്? അത്രയും ദിവസം ഇരിക്കാൻ പറ്റുമോ എന്നല്ലേ ചോദിച്ചത്, അല്ലാതെ ചെയ്യണം എന്നൊന്നും ദേഷ്യപ്പെട്ട് പറഞ്ഞില്ലല്ലോ. അല്ല, അപ്പച്ചിയും അമ്മയും കൂടി വന്നപ്പോ തൊട്ട് എന്തൊക്കെയോ പിറുപിറുക്കുന്നത് ഞാൻ കണ്ടു. എന്തോ ഒരു പ്ലാനിങ് അവർക്കിടയിലുണ്ട്, അതാണ് ഇന്നത്തെ സംഭവം. അപ്പം നിന്നെ മാറ്റിക്കിടത്താനുള്ള എന്തെങ്കിലും ഐഡിയ ആയിരിക്കും. നയന് പറയുന്നുണ്ട്. പൂജയും വഴിപാടിനെ കാര്യം പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും കള്ളത്തരം പറയും ആദർശേട്ടാ? അതൊന്നും ആയിരിക്കില്ല. നീ വിശ്വസിക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അമ്മ അങ്ങനൊന്നും പറയില്ല, ആദർശന് വെറുതെ അമ്മേനെ സംശയിക്കണ്ട എന്ന് പറയുന്നുണ്ട്. ശരി, ഞാൻ സംശയിക്കുന്നൊന്നുമില്ല. അപ്പ എങ്ങനാ, പഴയതുപോലെ സ്റ്റോർ റൂമിലേക്കാണോ അതോ വേറെ ഏതെങ്കിലും മുറിയിലേക്ക് പോവാണോ? എന്തായാലും ഞാൻ സ്റ്റോർ റൂമിലേക്ക് തന്നെ പോവാ. കാരണം ആ സ്റ്റോർ റൂമുമായിട്ട് എനിക്ക് വല്ലാത്ത ആത്മബന്ധ. ഞാൻ വന്ന സമയത്തൊക്കെ എന്റെ കരച്ചിലുകൾ ഒരുപാട് കണ്ടതും എന്റെ സങ്കടം ഒരാളെ കേട്ടതും ആ ഒരു സ്റ്റോർ റൂമാ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ പോവാ. ആദർശ് പറയുന്നുണ്ട്, അവിടെ തറയിലൊന്നും പോയി കിടക്കണ്ട, ഞാൻ കട്ടിൽ സെറ്റ് ചെയ്ത് തരാം. അതൊന്നും സാരില്ല ആദർശേട്ടാ, ഞാൻ തറയിൽ കിടന്നോളാം, എനിക്ക് നല്ല ശീലമുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാന് ഒരു ബെഡ് അവിടെ കൊണ്ട് ഇട്ട് തരാം, കട്ടിൽ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുറിയിലേക്ക് പോയിക്കോളാം. വേണ്ട, ഞാൻ സ്റ്റോർ റൂമിലേക്ക് തന്നെ പോയിക്കോളാം. അതെ, 10-25 ദിവസം മാറി കിടക്കേണ്ട വരും. എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ്, അതിനിപ്പോ എന്താ, നമ്മൾ തമ്മിൽ അല്ലാത്ത ബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ നീ മുറിയിലുള്ളപ്പം എനിക്ക് ഉറങ്ങാൻ ഇച്ചിരി നല്ല ഒരു സന്തോഷമായിരിക്കും. നീ പോയി കഴിഞ്ഞാല് എന്റെ ഉറക്കത്തിന്റെ കാര്യമൊക്കെ കണക്കാ എന്ന് പറയുന്നുണ്ട്. അതിനെന്താ ആദർശേട്ടാ, ആദർശേട്ടൻ ഉറങ്ങുന്നവരെ ഞാൻ ആദർശന്റെ അടുത്ത് തന്നെ ഇരിക്കാം, അതിനുശേഷം ഞാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രി നയന പോയിട്ട് സ്റ്റോർ റൂം ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ആദർശ് നയനയും കൂടി വേറെ മുറിന്നൊരു ബെഡൊക്കെ കൊണ്ടുവന്ന് അവിടെ സെറ്റാക്കുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, അല്ല എന്താ ഇത് പുതിയ പരിപാടി, റൂം ഷിഫ്റ്റിംഗ് ആണോ? അതൊന്നും അല്ല മുത്തശ്ശ, അമ്മ ഒരു വഴിപാട് ചെയ്തിട്ടുണ്ട് ആദർശേട്ടന് വേണ്ടിയിട്ടാ. അപ്പൊ ഞാന് ഇങ്ങോട്ടേക്ക് മാറി കിടണമെന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ടാ എന്ന് പറയുന്നുണ്ട്. ആണോ ദേവയാനി, എന്ത് വഴിപാടായത്? അത് അച്ഛാ, അതൊരു വഴിപാടാ. 10-25 ദിവസം നയനമോള് മാറി കിടക്കേണ്ടി വരും, അത്യാവശ്യം വ്രതശുദ്ധിയോട് ചെയ്യേണ്ട പൂജയാ എന്നൊക്കെ പറയുന്നുണ്ട്.
അവന്റെ അസുഖത്തിന് വേണ്ടിയുള്ളതെന്ന് പറയുമ്പോൾ അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛനകത്തേക്ക് കയറി പോകുന്നുണ്ട്. ദേവേനി പറയാണ്, സമാധാനമായി, അച്ഛന്റെ കാര്യത്തിലാണ് പേടി, അതും ആശ്വാസമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയില് ആദർശ് ഉറങ്ങുന്നത് വരെ നയന ആദർശിന്റെ അടുത്ത് തന്നെയുണ്ട്. ആദർശ് പറയാണ്, നീ ഈ മുറിയില്ലാത്തത് എനിക്ക് ഓർക്കാൻ കൂടി വൈന്ന് പറയുമ്പോൾ ആദർശിനൊന്ന് മനസ്സിൽ എന്നെ കരുതിയാൽ മതി, ഞാൻ ആ നിമിഷം ഇങ്ങോട്ടേക്ക് ഓടിയെത്തും, എന്ത് വയ്യാഴി ഉണ്ടെങ്കിലും ഒന്ന് എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവന്റെ വേണ്ടി ഇൻഹേലറൊക്കെ അവളെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നയന ആദർശിന് നെറ്റിക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് പോണ്ടത്. അപ്പോഴേക്കും ആദർശയ്ക്കാണ്, അല്ല വ്രതശുദ്ധിയോ? അത് പൂജ ചെയ്യാൻ നേരമല്ലേ, ഞാൻ അപ്പോഴേക്ക് പോയി കുളിച്ചിട്ടൊക്കെയാ ചെയ്യുന്നത്. അങ്ങനല്ലല്ലോ അമ്മ പറഞ്ഞത്, 25 ദിവസം പൂർണ്ണമായിട്ട് വ്രതം നോക്കണം എന്നല്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നയന താഴേക്ക് സ്റ്റോർ റൂമിലേക്ക് പോവാണ്. അങ്ങനെ അവളെ സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് കഥ കടച്ച് കിടക്കുന്നുണ്ട്. ദേവേനെ വന്നിട്ട് ജലജോട് പറയുന്നുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കണ്ടില്ലേ രണ്ടിനെ മാറ്റി കിടത്തിയത്? ഇപ്പൊ എന്റെ പ്ലാനിങ് എങ്ങനെയുണ്ട്? എന്തായാലും കൊള്ളായിടത്തി, ഇത് എത്ര ദിവസം നീണ്ടുപോകും നമുക്കറിയാലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ ദിവസം വരെ നീണ്ടുപോകും, അതിനപ്പുറത്തേക്ക് അടുത്ത പ്ലാനിങ്ങുമായിട്ട് ഞാൻ കാണും, നീ കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവരുടെ ഈ ഒരു ചുറ്റിപ്പറ്റി നിൽക്കലുമെല്ലാം മുത്തശ്ശൻ മുകളിൽ നിന്ന് കാണുകയാണ്. മുത്തശ്ശൻ പോയിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഈ വഴിപാടില് നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് യാതൊരു വിശ്വാസമില്ല, കാരണം അത് പറഞ്ഞ ദേവയാനി ആയതുകൊണ്ട്. ഇത് നയനമോളെ ആദർശിനെ മാറ്റിക്കിടത്താനുള്ള അവളുടെ പക്ക ഐഡിയ എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അത് തന്നെയാണ് ഞാനും ഓർത്തെ, അവളുടെ ഐഡിയ അപാരമായി പോയി, ഇത് ഇവളുടെ ഒരു കള്ളത്തരമാണെന്ന് അപ്പോഴേ എനിക്ക് മനസ്സിലായതാ. അവരെ മാറ്റിക്കിടത്താനിട്ടുള്ള എവിടം വരെ പോകുന്ന നമുക്കൊന്ന് നോക്കാം അല്ലേ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, പിന്നൊരു കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരേ വീട്ടിൽ മാറിക്കിടക്കുമ്പോൾ അവർ തമ്മിലുള്ള അടുപ്പവും സ്നേഹമൊക്കെ കൂടും. അത് മാത്രമല്ല അവർ തമ്മിൽ ഇതുവരെ ദാമ്പത്യ ജീവിതം ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനൊരു കാരണമാകാനും ഇതുകൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയാവാണ്. ആദർശിനെ കിടന്നിട്ട് തീരെ ഉറക്കം വരുന്നില്ല. ആദർശ് ഉറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും നയന പോയത്. പക്ഷെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആദർശ് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. നയന അടുത്തില്ലാത്തോണ്ട് തന്നെ ആദർശ് എഴുന്നേറ്റിരിക്കുകയാണ്. ഉറക്കം വരാതെ വല്ലാത്തൊരു അസ്വസ്ഥതയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്തിന് നയനയുടെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. ആദർശ് മുറിയില്ലാത്തോണ്ട് നയനയ്ക്ക് ഉറക്കമൊന്നും വരുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ നയന ഓർക്കാണ്, ഈശ്വര ഇനിയിപ്പോ എന്താ ചെയ്യാ, ഈ 10-25 ദിവസം ഇതിന് ഉറങ്ങാതെ കഴിച്ചുവിടാനാണോ, ആദർശേട്ടൻ ഉറങ്ങി കാണുമോ എന്നിങ്ങനെ ഓർക്കാണ്. അപ്പോഴായിരിക്കും കഥയിലൊരു മുട്ട് കേട്ടത്. നയന ഓർക്കാണ്, ഈ സമയത്ത് ആരാ ഇവിടെ വന്ന് മുട്ടുന്നേ? ആദർശ് പറയണ പുറത്തുനിന്ന്, നയന വാതിലോർക്ക്, ഞാനാ. പെട്ടെന്ന് തന്നെ നയന വാതിലോർക്കുന്നുണ്ട്. ആദർശേട്ടൻ ഉറങ്ങിയില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ലടോ അവിടെ കിടന്നിട്ട്. നയന പറയാണ്, എനിക്കും അതേ അവസ്ഥ ആദർശേട്ടാ, ഞാനും ഈ മുറി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. എന്നിട്ട് ആദർശ് കഥ അടച്ചിട്ട് അകത്തേക്ക് വരുന്നുണ്ട്. അയ്യോ ആദർശേട്ടാ, അമ്മ എങ്ങനെ കണ്ട ആകെപ്പാട് വിഷയം, അത് മാത്രല്ല വഴിപാട് പൂജയൊക്കെ നടത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ അമ്മയുടെ വെറും ട്രിക്കല്ലേടോ നമ്മളെ മാറ്റിക്കിടത്താനായിട്ട്. അത് അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതുവാ, രണ്ടുപേരും തമ്മിൽ അകറ്റുമെന്നൊക്കെ. അമ്മയുടെ കള്ളത്തരം മാത്രമാണോ ഇതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ആദർശേട്ടാ, അമ്മ അറിഞ്ഞാൽ മോശമല്ലേ, പിന്നെ അത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കും എന്ന് നയന പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ഹിസ്റ്ററി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആവാതിരിക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.